അപ്പോഴേ നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്തിനാണെന്നുള്ളത്. എല്ലാവരെയും പോലെ തന്നെ നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ അടുത്തേക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി പോവാണ്. ഞാനൊരു നീണ്ട 11 വർഷങ്ങൾക്ക് ശേഷമാണ് പൊങ്കാല ഇടാനായിട്ട് പോകുന്നത്. ഇത്രയും വലിയൊരു ഗ്യാപ്പ് എനിക്ക് വന്നു. ഇപ്പോഴായിരിക്കും ദേവി പറഞ്ഞത് നീ വന്നോളൂ വന്നിട്ടോളൂ എന്ന് വിശ്വസിക്കുന്നു ഞാൻ. നമ്മൾ തലേന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞ് ചെന്ന് അവിടെ സ്ഥലമൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ദേ അവിടെ കുത്തിയോട്ടം നടക്കുകയായിരുന്നു. ഒരു 2 മണിയോട് കൂടി നമ്മളിവിടെ വന്നു കേട്ടോ. അപ്പം കണ്ടതാണ് ഇതിൻ്റെ കുത്തിയോട്ടത്തിനായിട്ട് കുട്ടികളെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആർക്കും അവിടെ പ്രവേശനമില്ല ഉള്ളിലേക്ക്. ദേ രാവിലെ മുതൽ തൊഴാൻ നിൽക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ ആ സമയം മുതൽക്കേ അവരവിടെ നിൽക്കുകയാണ് ദേവിയെ ഒരു നോക്കൊന്ന് കണ്ട് തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കുത്തിയോട്ടം നടക്കുന്ന സമയത്ത് ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. നമ്മൾ വരുന്നു, പൊങ്കാല ഇടുന്നു, പോകുന്നു, ദേവിയെ കാണുന്നു, തൊഴുന്നു, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ കുത്തിയോട്ട സമയത്താണ് നമ്മൾ അവിടെ ചെന്നത്. അപ്പോൾ ഇനി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ തൊഴാനായിട്ട് തലേ ദിവസമാണ് എത്തുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്ക് ശേഷം ക്യൂ നിൽക്കാൻ വേണ്ടി പോയാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരും. സോ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സമയം തിരഞ്ഞെടുക്കരുത്. 2 മണി മുതൽ ഒരു 7 മണി വരെയുള്ള സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങളൊരു 5, 6, 7 മണിക്കൂറുകളോളം നിന്നതിന് ശേഷം ദേവിയുടെ തിരുനടപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പന്തലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂവ്മെൻ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ ദേവിയെ കണ്ട് തൊഴുത് ഭയങ്കരമായിട്ട് മനസ്സിൽ നല്ല സന്തോഷത്തോടുകൂടി തിരിച്ചിറങ്ങി ഞങ്ങൾ ചെരുപ്പിട്ടിരിക്കുന്ന ഒരു കടയിൽ സേഫായിട്ടിട്ടായിരുന്നു പോയത് കേട്ടോ. പോയിട്ട് തിരിച്ച് വന്ന് ചെരുപ്പെടുക്കാൻ കയറി. പിന്നെ കുറേ മാലകളും കളക്ഷൻസും ഒക്കെ ഉള്ള കടകളിലൊക്കെ കയറി കണ്ടിട്ട് നമ്മൾ തിരിച്ച് നടന്നപ്പോൾ ദേവിയുടെ ഒരു രൂപം, ഇതിനെന്തോ ഒരു പേര് പറയും, ഞാനത് ഒപ്പം ഓർക്കുന്നില്ല കേട്ടോ. അതൊക്കെ കണ്ട് തൊഴുത് എന്തുകൊണ്ടും എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി നമ്മളിതൊക്കെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെയാണ് പോയത് കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് അടുത്തൊരു നാഗരാജ ക്ഷേത്രം ഉണ്ട്, അവിടേക്ക് തൊഴാൻ പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ തന്നെയാണ് രാവിലെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഇതായിരുന്നു രാവിലത്തെ ഫുഡ് കേട്ടോ. പിന്നെ പൊങ്കാല സമയമായി. പിന്നെ കളത്തിൽ കെട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പൂക്കളൊക്കെ എടുത്തു. കലത്തിൽ കെട്ടി വയ്ക്കാൻ വേണ്ടി നമ്മുടെ പൊങ്കാലക്കല ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ നിന്നിരുന്ന സ്ഥലം ഇതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് കൊല്ലം സുപ്രീം ഗോൾഡ് അവരുടെ ആ ഒരു ഓഫീസിൻ്റെ ഗ്രൗണ്ടിലായിരുന്നു നമ്മൾ പൊങ്കാല ഇടാൻ വേണ്ടി നമുക്ക് കിട്ടിയ സ്ഥലം കേട്ടോ. ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഭയങ്കര നല്ല മാന്യമായിട്ട് നമ്മളോട് എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് അരിയൊക്കെ ഇട്ട് പൊങ്കാലയൊക്കെ വാർത്ത് വെച്ചു. ഞാൻ പായസം മാത്രമാണ് ഉണ്ടാക്കിയത്. ഞാനും ഉണ്ടായിരുന്നു, നാത്തൂനുണ്ടായിരുന്നു, പിന്നെ നാത്തൂൻ്റെ അമ്മ, അച്ഛൻ, ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ചേച്ചി മണ്ടപ്പുറ്റും മറ്റേ തെരളി അതുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും പക്ഷേ ശർക്കര പായസമാണ് ഉണ്ടാക്കിയത്. പിന്നെന്താണ്, പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കലയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരുടെയാണ്, ഞങ്ങൾ കൊട്ടാരക്കരക്കാർ ഇത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ.